എന്ത് വിശേഷം വന്നാലും നമ്മളൊരു പായസം ഉണ്ടാക്കും അല്ലേ? കാരണം മധുരം കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഏത് വിശേഷത്തിനുണ്ടാക്കാനും അല്ലെങ്കിൽ വെറുതെ ചുമ്മാ ഇരിക്കുമ്പോൾ ഉണ്ടാക്കി കുടിക്കാനും പറ്റിയ നല്ലൊരു അവൽ പായസം നോക്കാം. ക്യാരമൽ അവൽ പായസമാണ്. സാധാരണ പായസമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല ഈ പായസം ഉണ്ടാക്കാനായിട്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മൾ കുടിച്ചാൽ ഇങ്ങനെ നിർത്താതെ കുടിച്ചുകൊണ്ടിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അവൽ പായസം. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നട്ട്സൊക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കാം. കാഷ്യൂനട്ടും ബദാമുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് നടുവേ കീറിയിട്ട് ഒന്നിട്ട് കൊടുക്കണേ. അത് രണ്ടും കൂടെ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കിസ്മിസും കൂടി ഇട്ട് ഒന്ന് ഈ ഒരു കളറാകുമ്പോൾ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി ആ നെയ്യിൽ തന്നെ നമുക്ക് അവലൊന്ന് വറുത്തെടുക്കണം. ഞാൻ ഇതുപോലെ ചെറിയ നല്ല കട്ടിയുള്ള അവലില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. പായസം വയ്ക്കാൻ ഈ ഒരു അവലാണ് കേട്ടോ നല്ലത്. ഇതാകുമ്പോൾ ഒത്തിരി വെന്ത് കുഴഞ്ഞു പോകത്തില്ല. ആ ഒരു അവൽ അങ്ങനെ തന്നെ നമ്മുടെ പായസത്തിൽ കിടക്കുവേ. അപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ ഇത് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അവൽ ഈ നെയ്യിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ അതുകൂടെ ഒന്ന് വറുത്തെടുത്തേ. ഒരു 2-3 മിനിറ്റ് വറക്കുമ്പോൾ തന്നെ അവലിൻ്റെ കളറൊക്കെ മാറി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അങ്ങനെ അവലും കൂടെ വറുത്ത് അതും കൂടെ മാറ്റി വെച്ചു. ഇനി ആ പാത്രത്തിൽ തന്നെ 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാവേ. പഞ്ചസാര ഇതുപോലെ ഒന്നിട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വേണം എന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒന്ന് കളറൊക്കെ മാറ്റിയെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. വെള്ളം ഒഴിക്കാതെ തന്നെ അത് നന്നായിട്ട് ഉരുകി കിട്ടുവേ. ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ ഇതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകരുത്, അത് ശ്രദ്ധിച്ച് വേണം കേട്ടോ ക്യാരമൽ. ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് പാൽ ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ പാലാണ് ഞാൻ ഈ പായസത്തിൽ ചേർക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ നല്ല കട്ടിയുള്ള പാൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. വെള്ളമൊന്നും നമ്മൾ ഈ പായസത്തിൽ ഒഴിക്കുന്നില്ല കേട്ടോ. പാലിൽ തന്നെയാണ് വയ്ക്കുന്നത്, അതാണ് ടേസ്റ്റ്. 1 ലിറ്റർ പാലങ്ങ് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ പഞ്ചസാര കട്ടിയായിട്ട് തോന്നും. അത് കുഴപ്പമില്ല, ചൂടായി വരുമ്പോൾ അലുത്ത് വന്നോളും. അങ്ങനെ പാലൊക്കെ ഒന്ന് തിളച്ച് വന്ന സമയത്ത് ഇതിലേക്ക് ചവ്വരി കുതിർത്തിയതാണ്. ഒരു 1/2 കപ്പ് ചവ്വരി ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 15-20 മിനിറ്റ് കുതിർത്തിയെടുത്തതാണ്. കുതിർത്തിയെടുക്കുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഒരു 10 മിനിറ്റൊക്കെ കൊണ്ട് ചവ്വരി വെന്ത് കിട്ടും. ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ചവ്വരി ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. ചവ്വരി വെന്തതിന് ശേഷം വേണം അവലിട്ട് കൊടുക്കാൻ. കാരണം അവലിന് വേവില്ലല്ലോ. അവലിട്ട് കൊടുത്തിട്ട് നമുക്കപ്പം തന്നെ ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി, തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ പായസം. ചവ്വരി വെന്തതിന് ശേഷം ഞാനിത് അവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവൽ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അവലിനൊന്നും വേവില്ല, ആ ചൂടിന് അങ്ങ് കിടന്നിട്ട് അവലങ്ങ് സെറ്റായിക്കോളുവേ. ഇനി നമ്മൾ കാരമലിൻ്റെ മധുരം മാത്രം ഈ ഒരു പായസത്തിന് പോരാ. കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ഇതുപോലെ കണ്ടൻസ്ഡ് മിൽക്കോ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ കണ്ടൻസ്ഡ് മിൽക്കാണ്. അതൊരു 2-3 സ്പൂൺ അങ്ങ് ചേർത്ത് കൊടുത്തു. മധുരത്തിന് ആവശ്യത്തിന് അങ്ങ് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും പായസത്തിന്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പഞ്ചസാര ഈ സമയത്ത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതേ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയാണ്. ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ കുറച്ച് പഞ്ചസാരയും കൂടെ കൂട്ടി മിക്സിയുടെ ചെറിയ ജാറിൽ പൊടിച്ചെടുത്തതാണ്. അതൊരു 1-1.5 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇനി ഈ പായസത്തിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാവേ. ഞാൻ കുറച്ച് ബട്ടറാണ് ചേർത്ത് കൊടുത്തത്, അത് ഓപ്ഷനാണ് കേട്ടോ. ലാസ്റ്റ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തു. അതും കൂടി ആ ചൂടിൽ കിടന്നൊന്ന് മെൽറ്റ് ആവട്ടെ. ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു നട്ട്സൊക്കെ ഇല്ലേ, അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ പായസം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറുമ്പോൾ തന്നെ കുറുകി കിട്ടുവേ. ഇപ്പോൾ ഇതുപോലെല്ലാം ആയിരിക്കുകയില്ല. ഇതാണ്ടോ, ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ എടുത്തപ്പോൾ തന്നെ ഇതുപോലെ പായസം ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇരിക്കും തോറും കുറുകും കേട്ടോ ഈ ഒരു പായസം. അപ്പോൾ നമുക്ക് ഈ ചെറിയ ചൂടോടുകൂടി തന്നെ അങ്ങ് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ആ വറുത്ത് വെച്ചിട്ടുള്ള അവലില്ലായിരുന്നു, അതിന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതുപോലെ സെർവ് ചെയ്യാൻ നേരം ലാസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പം ആ പായസം കാണാനും കഴിക്കുന്നവർക്ക് കൊടുക്കുമ്പോഴത്തേക്കിനും കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പായസം അടിപൊളിയായിട്ട് സെറ്റായി. അങ്ങനെ എല്ലാവർക്കും സെർവ് ചെയ്യാം കേട്ടോ. നല്ലൊരു പായസമാണ്. മധുരം ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് വന്നറിയിക്കണേ. ഓക്കെ, ബൈ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.